ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ കുറഞ്ഞ വിലയുടെ രണ്ട് AC DC വോൾട്ടേജ് റെഗുലേറ്ററാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ റീസ്റ്റോറേഷൻ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. അത് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന രണ്ട് AC DC വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെയാണ്. അപ്പോൾ ഞാനിവിടെ വാങ്ങിയേക്കുന്ന ഈ ഒരു AC വോൾട്ടേജ് റെഗുലേറ്ററിന് 85 രൂപയാണ്, DC വോൾട്ടേജ് റെഗുലേറ്ററിന് 59 രൂപയും. അപ്പോൾ ഇങ്ങനെയുള്ള വോൾട്ടേജ് റെഗുലേറ്റർ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നൊരു വീഡിയോ സ്കിപ്പ് ചെയ്യുക. അതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലാവരും ചിലപ്പോൾ ശരിയായെന്ന് വരില്ല. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പോണൻസിൻ്റെ വാല്യൂ ഒക്കെ കറക്റ്റായിട്ട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താം, ഇതിൻ്റെ വർക്കിംഗ് രീതിയെല്ലാം കാണിച്ചു തരാം. അതുപോലെ ഇങ്ങനെയുള്ള വോൾട്ടേജ് റെഗുലേറ്റർ നമുക്ക് കടകളിൽ നിന്നും ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ മേടിക്കാൻ കിട്ടും. അതിലെല്ലാം വില കൂടുതലായിട്ട് ഞാനിവിടെ വാങ്ങിയത് മേക്കർ ബസാറിൽ നിന്നാണ്. മേക്കർ ബസാറിലാണ് ഇത്രയും വിലക്കുറവ്. പിന്നെ ഈ വീഡിയോ പ്രൊമോഷനൊന്നുമല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മേടിച്ച് നോക്കുക. ഞാനിതിവിടെ മേടിക്കാനുള്ള കാരണം ഞാനിവിടെ ചെറിയൊരു SMT റിവേഴ്സ് സ്റ്റേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു, അതായത് ഹോട്ട് എയർ ബ്ലോവർ. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. മേക്കർ ബസാറിൽ നിന്ന് ഇതെല്ലാം ഞാൻ മേടിച്ചതിന് എനിക്ക് 1040 രൂപയാണ് ആയത്, ഡെലിവറി ചാർജ് ഉൾപ്പെടെ. മേടിച്ച സാധനങ്ങളും എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന ഹോട്ട് എയർ ബ്ലോവറിൻ്റെ ഹാൻഡിലാണ്. പിന്നെ 1000 രൂപ റൗണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ബാറ്ററി കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, റീചാർജബിൾ ആയിട്ടുള്ള. ബാറ്ററി എന്നാലും തീരെ ക്വാളിറ്റി ഇല്ലാത്തതാണ്. പിന്നെ ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ബ്ലോവറിൻ്റെ, ഇതിന് 59 രൂപയാണ് ആയത്. ബാറ്ററിക്ക് ഓർണത്തിന് 50 രൂപ വെച്ചാണ് ആയത്. പിന്നെ വാങ്ങിയത് 12 വോൾട്ട് 20 ആംപിയറിൻ്റെ BMS ബോർഡ്, ഇതിന് 69 രൂപ. പിന്നെ AC DC വോൾട്ടേജ് റെഗുലേറ്റർ, പിന്നെ 12 വോൾട്ടിൻ്റെ ബ്ലോവർ ഫാൻ ഓർണം മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന് 140 അങ്ങനെ എന്തോ സംതിങ് ആണ്. പിന്നെ വാങ്ങിയത് ബ്ലോവറിൻ്റെ നോസിലാണ്. ഇത്രയും സാധനങ്ങളാണ് 1040 രൂപയ്ക്ക് ഞാനിവിടെ വാങ്ങിയത്. ഇപ്പോൾ മേക്കർ ബസാറിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയിൽ ലാസ്റ്റ് ഉൾപ്പെടുത്താം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം വെച്ച് ഹോട്ട് എയർ ബ്ലോവർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഉണ്ടാക്കി നോക്കി, എൻ്റെ ആദ്യത്തെ പ്ലാൻ പൊട്ടിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് സെറ്റപ്പ്, ഈ ഒരു ബ്ലോവറിൻ്റെ എയർ ഈ ഒരു പൈപ്പിലൂടെ ഈ ഒരു ഹാൻഡിലേക്ക് വരുവാണ് ചെയ്യുന്നത്. ഹാൻഡിലാണ് ഹീറ്റിംഗ് എലമെൻ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലോവർ പറ്റില്ല, ഇതിന് ശരിക്കും ഉപയോഗിക്കുന്ന എയർ പമ്പാണ്. എയർ പമ്പ് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ ബ്ലോവർ വെച്ച് സെറ്റപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. അങ്ങനെ ആ ഒരു പരിപാടി നടന്നില്ല. അങ്ങനെ ഞാൻ ബ്ലോവറിൻ്റെ ഫാനിൻ്റെ മോട്ടറൊക്കെ മാറ്റിയിട്ട് ഇങ്ങനത്തെ മോട്ടറാക്കി നോക്കി, എന്നിട്ടും പരിപാടി നടന്നില്ല, എയറിന് പവർ കുറവാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ബ്ലോവറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ DC വോൾട്ടേജ് റെഗുലേറ്റർ മേടിച്ചത്. പിന്നെ ഈ ഒരു ഹാൻഡിൽ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഞാനിവിടെ AC വോൾട്ടേജ് റെഗുലേറ്റർ മേടിച്ചത്. അങ്ങനെ ഞാൻ ഈ ഒരു ഹോട്ട് എയർ ബ്ലോവർ ഉണ്ടാക്കാനുള്ള കുറേ ശ്രമങ്ങൾ നടത്തി നോക്കി. അപ്പോൾ ഇതിൽ വിജയമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഈ ഒരു ചാനൽ വേണോ, നമ്മുടെ സെക്കൻഡ് ചാനൽ വേണോ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹോട്ട് എയർ ബ്ലോവർ സോൾഡറിംഗ് മെഷീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനത്തെ ഹോട്ട് എയർ ബ്ലോവറിൻ്റെ ഉപയോഗം അറിയില്ലാത്തവരും ഉണ്ടാവും. ഇപ്പോൾ ഉള്ള മിക്ക ഉപകരണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന SMT കമ്പോണൻസ് ഉപയോഗിച്ച ബോർഡുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ബ്ലോവർ ഉപയോഗിക്കണം. അതുപോലെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ചാർജിങ് സോക്കറ്റ് അതൊക്കെ റീപ്ലേസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ബ്ലോവർ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ചിലപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനലായിരിക്കും ചെയ്യുന്നത്, ടെക് ഓട്ടോമോട്ടീവ് 2.0 ഈ ഒരു ചാനലായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഈ ഒരു AC വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഡീറ്റെയിൽ നോക്കാം. അതുപോലെ ഇങ്ങനെയുള്ള AC വോൾട്ടേജ് റെഗുലേറ്റർ രണ്ട് ടൈപ്പ് ഉണ്ട്, 2000 വാട്ട്സിൻ്റെയും അതുപോലെ 4000 വാട്ട്സിൻ്റെയും ഉണ്ട്. ഈ 2000 വാട്ട്സും സൂചിപ്പിക്കുന്ന വേറെ ഒന്നുമല്ല, ഇതിൽ 2000 വാട്ട്സ് വരെ കണക്ട് ചെയ്യാന്നൊക്കെയാണ്. അപ്പോൾ അത്രയും ഹെവി ലോഡൊന്നും ഇതിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് ഔട്ടും ഇന്നെ കണക്ട് ചെയ്യാനായിട്ട് 4 പോർട്ടുകളാണുള്ളത്. ഇതിൽ കണക്ട് ചെയ്യുന്ന വയർക്ക് നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ 2 പോയിൻറ്റ് ഇതിലേക്ക് AC വോൾട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, ലൈനും ന്യൂട്രലും. ഈ കാണുന്ന 2 പോയിന്റിലാണ് ലോഡ് കണക്ട് ചെയ്യേണ്ടത്, ഔട്ട്പുട്ട് ഇതാണ്. അതുപോലെ ഈ ബോർഡിലേക്ക് നമ്മൾ പവർ സപ്ലൈ, അതായത് AC വോൾട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് പ്ലസ് മൈനസ്, അതായത് ലൈന് ന്യൂട്രൽ തിരിഞ്ഞു പോയാലും വർക്ക് ചെയ്യും, അതിന് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ബോർഡിൻ്റെ ഔട്ട്പുട്ട് വോൾട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് ഈ ഒരു നോബാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ഒരു ബോർഡ് നമ്മൾ ക്യാബിനറ്റിലേക്ക് ഉറപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കൺട്രോളിൻ്റെ ഇത് തന്നെ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനും പറ്റും. ഈ ഒരു കൺട്രോളിൻ്റെ നോബും അത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു കൺട്രോൾ ബോർഡിൽ നമുക്ക് ഫാനിൻ്റെ റെഗുലേറ്റർ അതായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഫിലമെൻറ്റ് ബൾബ് അതിനൊക്കെ നമുക്ക് വെട്ടം കൂട്ടാനും കുറയ്ക്കാനും അതിനൊക്കെ ഉപയോഗിക്കാം. അതെല്ലാം കാണിച്ചു തരാം എൻ്റെ വർക്കിംഗ് രീതി. പിന്നെ ഈ ഒരു ബോർഡിൽ ഇതുപോലെ പ്രീസെറ്റ് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രീസെറ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറയാം. അപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബോർഡിൻ്റെ ഔട്ടിൽ ഒരു ഫിലമെൻറ്റ് ബൾബാണ് കണക്ട് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ ബൾബ് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഫ്രണ്ടിലുള്ള നോബ് നമ്മൾ ഫുള്ളായിട്ട് കുറച്ചിട്ടാലും ഈ ഒരു ബോർഡിൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ബൾബ് ചെറിയ രീതിയിൽ മങ്ങിത്തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു കൺട്രോളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പൂർണ്ണമായിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു നീല കൺട്രോളർ ഈ ഒരു പ്രീസെറ്റിൽ നമുക്ക് കുറച്ചും കൂടെ ഡൗൺ ആക്കി ഇടുവാണെങ്കിൽ ഈ ഒരു ഫ്രണ്ടിലുള്ള മെയിൻ കൺട്രോളിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നീല നിറത്തിൽ കാണുന്ന ഈ ഒരു പ്രീസെറ്റ്, അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല, അത് ആവശ്യമാണെങ്കിൽ മാത്രം അത് തിരിച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്തായിട്ട് ഈ ഒരു ബോർഡിൽ ലോഡ് കണക്ട് ചെയ്ത് ഇതിൽ വർക്ക് ചെയ്യിച്ച് കാണിക്കാം. അതുപോലെ ഇനി പലർക്കും സംശയം ഉണ്ടാവും ഇതിനകത്ത് DC വോൾട്ട് കൊടുത്ത് DC ലോഡ് പ്രവർത്തിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്കതൊന്ന് പരീക്ഷ നോക്കാം ആദ്യമേ തന്നെ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ ഔട്ട് നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ബോർഡിൻ്റെ ഔട്ടിൽ നമ്മൾ DC മോട്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിലേക്ക് DC വോൾട്ട് കൊടുത്താൽ വർക്കാവില്ല, AC മാത്രമാണ് ഈ ഒരു ബോർഡിൽ വർക്കാവുള്ളൂ. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് ACയിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ലോഡിൽ ഞാൻ ഫിലമെൻറ്റ് ബൾബാണ് കണക്ട് ചെയ്തേക്കുന്നത്, 60 വാട്ട്സിൻ്റെ. AC ഇൻപുട്ട് കൊടുക്കേണ്ട ഈ ഒരു പോയിന്റിൽ ഞാൻ ഇതുപോലെ 2 പിൻ ഓർമ്മ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് സെറ്റപ്പ്. ഇപ്പം ഞാൻ ഈ നോബ് ഫുള്ളായിട്ട് കുറച്ചിട്ടേക്കുവാണ്. കുറച്ചിട്ടാലും ഈ രീതിയിൽ ബൾബ് ചെറിയ രീതിയിൽ മങ്ങി തെളിഞ്ഞ് നിൽക്കും.
വോൾട്ടേജ് നമുക്ക് ഈ ഒരു നോബിൽ തിരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ ഈ ഒരു നോബിൽ നമ്മൾ ഫുള്ള് കുറച്ചിട്ടാലും ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്യുന്ന ലോഡ് ബൾബൊക്കെ ആണെങ്കിൽ അത് ചെറിയ രീതിയിൽ മങ്ങി തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ അതിന് നമുക്കൊന്നുകൂടി ഒന്ന് വോൾട്ടേജ് കുറയ്ക്കാൻ, അതായത് ആ ഒരു ബൾബ് മങ്ങി തെളിഞ്ഞിരിക്കുന്ന ഒന്നുകൂടി ഒന്ന് കുറയ്ക്കാനായിട്ടാണ് ഈ ഒരു ബോർഡിൽ നീല പ്രീസെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബൾബിൻ്റെ വെട്ടം കൂട്ടാനും കുറയ്ക്കാനോ അല്ലെങ്കിൽ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഹീറ്ററൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം അതിൻ്റെയൊക്കെ ആ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ബോർഡ് ഉപയോഗിക്കാം. ഈ കാണുന്നതാണ് DC വോൾട്ടേജ് റെഗുലേറ്റർ. ഇതിന് 59 രൂപയാണ്. ഈ ഒരു ബോർഡ് 2 ആമ്പിയറിൻ്റെയാണ്. ഇതിൻ്റെ 5 ആമ്പിയറിൻ്റെയും 10 ആമ്പിയറിൻ്റെയൊക്കെ ബോർഡ് മേടിക്കാൻ കിട്ടും. ഫാനിൻ്റെയും ബ്ലോവറിൻ്റെയൊക്കെ സ്പീഡ് കൺട്രോളറായിട്ടും, അതായത് മോട്ടർ DC മോട്ടറിൻ്റെയൊക്കെ സ്പീഡ് കൺട്രോളറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു ബോർഡ് ആകുമ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു നോബ് ഇതിൽ ഓൺ ഓഫും കൂടിയുണ്ട്. ഈ ഒരു ബോർഡിൽ മിനിമം 3 വോൾട്ട് മുതൽ 12 വോൾട്ട് വരെ കൊടുക്കാം. അതിന് മുകളിലേക്ക് കൊടുക്കരുത്. 12 വോൾട്ടാണ് ഈ ഒരു ബോർഡിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 12 വോൾട്ട് മുതൽ 1.5 വോൾട്ടിനിടയിൽ വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനിടയിലുള്ള ഏത് വോൾട്ടും നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും, ഈ ഒരു നോബ് തിരിച്ച്. അതുപോലെ ഈ ഒരു ബോർഡ് നമുക്ക് ക്യാബിനറ്റിലോ അല്ലെങ്കിൽ ബോക്സിലൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിൽ പാടൊന്നുമില്ല. അതുപോലെ ഈ ഒരു ബോർഡിൽ ചെറിയൊരു LED ഇൻഡിക്കേറ്റർ കൂടിയുണ്ട്. പിന്നെ ഇതിൽ 4 വയർ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റുകളാണുള്ളത്. എല്ലാം സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ബോർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ: ഒന്ന്, ഒരുപാട് ഓവർലോഡ് കൊടുക്കരുത്, ബോർഡ് കംപ്ലൈൻ്റ് ആയി പോകും. പിന്നെ ഇതിലേക്കുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോകാൻ നോക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ ഔട്ടിൽ മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബോർഡിലേക്ക് ഞാൻ ബാറ്ററിയും അതുപോലെ മൾട്ടിമീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓണാക്കി ചെക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ബോർഡ് നല്ല രീതിയിൽ ഉപകാരപ്പെടും പല കാര്യങ്ങൾക്കായിട്ട്. നമുക്കിങ്ങനെ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ മോട്ടോർ സ്പീഡ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെ വ്യത്യസ്തമായ വോൾട്ടുകൾ നമുക്ക് ഇതിങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലൊരു ഉപകാരമാണ്. ഈ ഒരു ബോർഡിന് മൊത്തത്തിൽ 59 രൂപയുള്ളൂ. നമ്മളിതിൻ്റെ എല്ലാം സാധനങ്ങൾ സ്പെയർ ആയിട്ട്, അതായത് എല്ലാം 317 IC വെച്ച് നമുക്ക് ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് വെച്ച് ഉണ്ടാക്കിയെടുത്താലും ഇത്രയും ഒരു നല്ല റിസൾട്ട് കിട്ടില്ല. അതിൽ നിന്ന് ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്ന തുടക്കക്കാർക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ഇതിൻ്റെ 5 ആമ്പിയറിൻ്റെ ബോർഡാണ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കുറച്ചുകൂടെ ഉയർന്ന ആമ്പിയറുള്ള ലോഡുകൾ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് 2 ആമ്പിയറിൻ്റെ ബോർഡാണ്. ഇതിൽ ചെറിയ മോട്ടറും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ 2 ബോർഡ് മേടിക്കാനുള്ള കാരണം ഒന്ന് ഹീറ്റ് കൺട്രോൾ ചെയ്യാനും ഒന്ന് ബ്ലോവറിൻ്റെ സ്പീഡ് കൺട്രോളായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഈ 2 ബോർഡ് ഉപയോഗിച്ച് നോക്കിയ സമയത്ത് ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതായിട്ട് തോന്നി. സാധാരണ നമുക്കിങ്ങനെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റെഗുലേറ്ററൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്ന് ഇതിൻ്റെ സ്പെയർ കിട്ടാനുള്ള പാടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂയിലുള്ള സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബോർഡുകളൊക്കെ മേടിക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടും. അതിൽ വിലയും വളരെ കുറവാണ് മേക്കർ ബസാറിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ. അതുപോലെ ഇതെല്ലാം വെച്ച് ഹോട്ട് എയർ സോൾട്ടറി മെഷീൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ, അതായത് അടുത്ത വീഡിയോ, അത് നമ്മുടെ ഈ ഒരു ചാനൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ചാനലായിരിക്കും ചെയ്യുന്നത്, ടെക് ഓട്ടോമോട്ടീവ് 2.0 ആ ഒരു ചാനലായിരിക്കും ചെയ്യുന്നത്. ഈ ഒരു ചാനൽ വീഡിയോസ് കാണുന്ന കൂടുതൽ ആൾക്കാർക്കും റീസ്റ്റോറേഷൻ വീഡിയോസാണ് താല്പര്യം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. അതുപോലെ ഞാനിവിടെ സാധനങ്ങൾ മേടിച്ചതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് കാണിച്ചേക്കാം. ഞാനിപ്പോൾ ഇലക്ട്രോണിക്സിന് ആവശ്യമായ ചില സാധനങ്ങളൊക്കെ മേടിക്കുന്നത് മേക്കർ ബസാറിൽ നിന്നാണ്. പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇതിനകത്ത് ഇലക്ട്രോണിക്സിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും കൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിലാണ് കുറച്ചും കൂടി ഉപകാരപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ആദ്യമേ ആഡ് ചെയ്യുക, കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇതിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ പല ഐറ്റംസ് നമ്മൾ ചിലപ്പോൾ ഓർഡർ ചെയ്യും. അത് കിട്ടുന്നെല്ലാം സിംഗിൾ ബോക്സിലായിരിക്കും. പിന്നെ 500 അടുത്തുള്ള സാധനങ്ങൾ മേടിച്ചാണ് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഗുണം ഒന്ന്, നമുക്ക് കടയിൽ കിട്ടുന്നേക്കാളും ഒരുപാട് വിലക്കുറവുണ്ട് സാധനങ്ങൾക്ക്. പിന്നെ നമുക്ക് ഒറ്റ കൊറിയർ ചാർജിൽ ഒരുപാട് ഐറ്റംസ് മേടിക്കാം. അപ്പോൾ ഞാനിവിടെ 4 ബോർഡാണ് സെലക്ട് ചെയ്തത്. 4നും കൂടെ കൂടി 304 ഷിപ്പിംഗ് ചാർജാണ് 70. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ 95 രൂപ മുതലാവും ഡെലിവറി ചാർജ്. പിന്നെ വലിയ പാക്കേജൊക്കെ ആണെങ്കിൽ 140 രൂപയ്ക്കാണ്. പിന്നെ ഞാനിവിടെ സാധനങ്ങളൊക്കെ മേടിച്ച സമയത്ത് കുറേ ഐറ്റംസ് ഒരുമിച്ചാണ് മേടിച്ചേക്കുന്നത്. അപ്പം 12 ദിവസം വരെയൊക്കെ ഡിലേ വന്നിട്ടുണ്ട്. 8 ദിവസം മുതൽ 12 ദിവസം ഇതിനുള്ളിലൊക്കെയാണ് സാധനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.